Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേജ് 28 ഫോർത്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു, തേർഡ് ക്വസ്റ്റ്യൻ വരെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി ഫോർത്ത് ഓൺവേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫോർത്ത് വൺ, റൈറ്റ് 4 arithmetic sequences with 100 as the sum of the first 4 terms. ആദ്യത്തെ 4 ടേംസിൻ്റെ സമ്മ് 100 ആവുന്ന രീതിയിൽ 4 arithmetic sequences, ഒന്ന് എഴുതിയാൽ പോരാ, 4 എഴുതണം. ഓക്കെ, അതെങ്ങനെ എഴുതുമെന്ന് നോക്കുക. നമ്മളതിന് തൊട്ട് മുമ്പ് പഠിച്ചിരിക്കുന്ന പ്രത്യേകതകളൊക്കെ അവിടെ ഉപയോഗപ്പെടുത്താം. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പഠിച്ചത് എന്താണ്, ഏത് 4 കോൺസിക്യൂട്ടീവ് ടേംസ് തന്നാലും അതിലെ ഫസ്റ്റ് വണ്ണും ലാസ്റ്റ് വണ്ണും ആഡ് ചെയ്താൽ കിട്ടുന്ന സമ്മും സെക്കൻഡ് വണ്ണും തേർഡ് വണ്ണും തമ്മിലുള്ള സമ്മും സെയിം ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു പ്രത്യേകത ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ആൻസറിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ്, സം ഓഫ് 4 ടേംസ് 100 ആണെന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ 4 ടേംസിൻ്റെ സമ്മ് 100 ആണ്. സോ x1 + x2 + x3 + x4 = 100 എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് വണ്ണും ഫോർത്ത് വണ്ണും ആഡ് ചെയ്താൽ കിട്ടുന്ന സമ്മും സെക്കൻഡും തേർഡും തമ്മിലുള്ള സമ്മും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 100ൻ്റെ പകുതി ആയിരിക്കും എന്ത്, x2 + x3 അല്ലെങ്കിൽ x1 + x4. അപ്പോൾ നമ്മൾ x2 + x3 മിഡിലുള്ള രണ്ടെണ്ണം എടുക്കുന്നു. ഓക്കെ, x2 + x3 = 100/2 = 50. x1 + x4 50 തന്നെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. പിന്നെ എന്തുകൊണ്ടാണ് മിഡിൽ വൺ എടുത്തെന്നുള്ളതിനെ കുറിച്ച് പറയാം. ഓക്കെ, ഈ മിഡിൽ വണ്ണിൻ്റെ സമ്മ് 50 ആയിരിക്കും എന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക, 50 കിട്ടുന്ന സമ്മ് 50 കിട്ടുന്ന 2 നമ്പേഴ്സ് കണ്ടെത്തുന്നു. എന്നിട്ട് മിഡിൽ അത് രണ്ടും എഴുതുന്നു. ആ മിഡിലുള്ളത് രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത നമ്പേഴ്സാണ്. ഈ അടുത്തടുത്ത 2 നമ്പേഴ്സ് നമുക്ക് അറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് കോമൺ ഡിഫറൻസ്. ആ കോമൺ ഡിഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നാലാമത്തെ നമ്പറും അതേപോലെ തന്നെ ഫസ്റ്റിലത്തെ നമ്പറും, അതായത് ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും കാണാൻ പറ്റും. ദാസ് വി ഗെറ്റ് വാട്ട്, 4 ടേംസ്. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഐഡിയ. സോ x2 + x3 = 100/2, ദാറ്റ്സ് = 50. x2ഉം x3യും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 50 കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ ഫസ്റ്റ് വണ്ണ് 10ഉം 40 എടുക്കുന്നു. 10 + 40 = 50. അപ്പോൾ ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം ആയിട്ട് എടുക്കുന്നു. അപ്പോൾ സെക്കൻഡ് ടേം, തേർഡ് ടേം, ഇത് പിന്നെ കോൺസിക്യൂട്ടീവ് ടേംസ് ആണ്. സോ വി ക്യാൻ ഫൈൻഡ് വാട്ട്, കോമൺ ഡിഫറൻസ്. 40 - 10 = 30. 30 ഈസ് ദ കോമൺ ഡിഫറൻസ്. ആ കോമൺ ഡിഫറൻസ് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. 40 + 30 70. 10 - 30 = -20. അങ്ങനെ നമുക്ക് 4 ടേംസ് കിട്ടുന്നു. ഈ 4 ടേംസിൻ്റെ സമ്മ് എന്തായിരിക്കും, 100 ആയിരിക്കും. ഓക്കെ, 10 + 40 50, -20 + 70 = 50. So 50 + 50 = 100. Like that, 2 more numbers, their sum is equal to 50 is found. They are 20 and 30. 20 30 എടുക്കുക. അപ്പോൾ സം എത്രയായി, 50. ഇത് x2ഉം ഇത് x3യും. അപ്പോൾ മിഡിലുള്ള 2 ടേംസ് ആദ്യം തന്നെ എഴുതി വെക്കുക. ഇതിൽ നിന്ന് നമ്മൾ കോമൺ ഡിഫറൻസ് കാണുന്നു. 30 - 20 = 10. ആ കോമൺ ഡിഫറൻസ് d is added with 30 and subtracted from 20. So 30 + 10 40, 20 - 10 10. അടുത്ത 2 നമ്പേഴ്സ് നമ്മൾ 15ഉം 35 എടുക്കുന്നു. 15 + 35 = 50. സോ x2 15, x3 35. ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാണുന്നു. 35 - 15 = 20 എന്ന് കിട്ടുന്നു. അപ്പോൾ കോമൺ ഡിഫറൻസ് 20 ആയി. ആ 20 35നോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 55ഉം 20 15 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ -5ഉം കിട്ടും. ഓക്കെ, നെക്സ്റ്റ് 25 and 25. 25 and 25 എടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 50 കിട്ടും. അപ്പോൾ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്, 25 - 25, ദാറ്റ്സ് = 0. 0 is the common difference. So 25 + 0 = 25. 25 - 0 = 25. അപ്പോൾ 4 ടേംസ് എന്തായിരിക്കും, സെയിം ടേംസായി മാറും. ഓക്കെ, നാലാമത്തെ എക്സാമ്പിളിൽ എടുത്തിരിക്കുന്ന മിഡിൽ ടേംസ് ഏതൊക്കെയാണ്, 25ഉം 25. അങ്ങനെ ഒരേ നമ്പർ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ്, 25 - 25, ദാറ്റ്സ് = 0. കോമൺ ഡിഫറൻസ് is 0. So middle 2 terms, 25 and 25, common difference is 0. Therefore 25 + 0 = 25. 25 - 0 = 25. Thus we get 4 terms. ഈ 4 എക്സാമ്പിൾസിലും
sum is 100. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത്? 4 നമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ 2 പെയർസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, സമ്മിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പെയറിൻ്റെ സമ്മാണ്. അത് x1 പ്ലസ് x4 ആവാം, x2 പ്ലസ് x3 ആവാം. നമ്മൾ x2 പ്ലസ് x3 എടുക്കുന്നു, 15. എന്നാൽ 50 കിട്ടുന്ന രീതിയിൽ 2 നമ്പേഴ്സ് കണ്ടെത്തുന്നു. സം ഈസ് 50. സച്ച് 2 നമ്പേഴ്സ് ആർ സെലക്റ്റഡ് and they are taken to be x2 and x3. Then from that we will find out the common difference. Then using the common difference we find out the other 2 numbers, other 2 terms, first term and fourth term. That is the idea we use there. Then come to question number 5. അഞ്ചാമത്തെ question നോക്കുക. Write the first 3 terms of each of the arithmetic sequences described below. ഒരു 4 അരിത്തമെറ്റിക് സീക്വൻസസിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ അരിത്തമെറ്റിക് സീക്വൻസിലും വി വാണ്ട് റൈറ്റ് വാട്ട് ദ ഫസ്റ്റ് 3 ടേംസ്, ആദ്യത്തെ 3 ടേംസ് നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ചാണ് നമ്മൾ ഫസ്റ്റ് 3 ടേംസ് എഴുതേണ്ടത്. The first one is, first term is 30. The sum of the first 3 terms is 300. ആദ്യത്തെ ടേം 30 ആണ്, ആദ്യത്തെ 3 ടേംസിൻ്റെ സമ്മ് 300 ആണ്. ആ പ്രത്യേകതകളുള്ള എന്താണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടെത്തി അതിലെ ഫസ്റ്റ് 3 ടേംസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. 5th question ആണ്. See, 5th question. The first one is given to be 30. Therefore, x1 is equal to 30. Then the sum of first 3 terms is 300 തന്നിട്ടുണ്ട്. 3 ടേംസിൻ്റെ സമ്മ് 300 ആണെങ്കിൽ 300നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ മിഡിൽ ടേം. അപ്പോൾ 3 ടേംസ് ഉണ്ടെങ്കിൽ x1, x2, x3. അപ്പോൾ മിഡിൽ ടേം ഈസ് x2. സോ x2 ഈസ് ഈക്വൽ ടു 300 ഡിവൈഡ് ബൈ 3, ദാറ്റ്സ് ഈക്വൽ ടു 100. ഇപ്പോൾ നമുക്ക് x1 അറിയാം, x2 അറിയാം. സോ ഫ്രം ദാറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് കോമൺ ഡിഫറൻസ് d. d ഈസ് ഈക്വൽ ടു 100 മൈനസ് 30, ദാറ്റ്സ് ഈക്വൽ ടു 70. അപ്പോൾ നമുക്ക് 70 കോമൺ ഡിഫറൻസ് കിട്ടി. അപ്പോൾ ഫസ്റ്റ് 3 ടേംസ് യു വാണ്ട് റൈറ്റ്. Okay, so 3 terms are, first term is 30 and common difference is 70. So 30 plus 70, 100 plus 70, 170. Thus we get 3 terms. രണ്ടാമത്തത് എന്താണ് പറയുന്നത് നോക്കാം. First term is 30. The sum of the first 4 terms is 300. Okay, ഒന്നാമത്തെ ടേം 30 തന്നെയാണ്, സമ്മും 300 തന്നെയാണ്. But the difference is here the sum of 3 terms, first 3 terms, here the sum of the first 4 terms. ഇവിടെ 4 ടേംസിൻ്റെ സമ്മാണ്, ഇവിടെ 3 ടേംസിൻ്റെ സമ്മായിരുന്നുള്ള ഒരു ഡിഫറൻസ് ആണുള്ള. ആ ഡിഫറൻസിനനുസരിച്ച് ആൻസേഴ്സ് കാണുന്ന രീതിയിലും വ്യത്യാസങ്ങളുണ്ടാകും. സോ സെക്കൻഡ് വൺ, ഫസ്റ്റ് ടേം ഈസ് 30, therefore x1 is equal to 30. Okay, the sum of 4 terms, first 4 terms is 300. That means x1 plus x2 plus x3 plus x4 is equal to ഏതാണ് 300 ആണ്. അപ്പോൾ x1 പ്ലസ് x4 300 ബൈ 2 ഇസ് ഈക്വൽ ടു 150 ആയിരിക്കും. അതേപോലെ തന്നെ x2 പ്ലസ് x3യും ഇത് തന്നെ ആയിരിക്കും, 150 ആയിരിക്കും. ബട്ട് ഇവിടെ നമ്മൾ x1 നമുക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമല്ല സം ഓഫ് 4 ടേംസ് തന്നതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഫസ്റ്റ് വണ്ണും ലാസ്റ്റ് വണ്ണും എടുത്തിട്ട് അതിൻ്റെ സം എത്രയാണെന്ന് നമ്മൾ എഴുതുന്നു. ഓക്കെ, അപ്പോൾ x1 പ്ലസ് x4 ഇസ് ഈക്വൽ ടു 150 എന്ന് കിട്ടും. അപ്പോൾ ഈ 150 നിന്ന് എന്ത് ചെയ്യുക, x1 മൈനസ് ചെയ്താൽ വിൽ ഗെറ്റ് x4. ഓക്കെ, സോ x4 ഈസ് ഈക്വൽ ടു 150 മൈനസ് x1. ആൻഡ് വാട്ട് ഈസ് x1? x1 ഈസ് 30. സോ 150 മൈനസ് 30 ഈസ് ഈക്വൽ ടു 120. സോ യു ഗോട്ട് x4. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും അറിയുന്നു, നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഫസ്റ്റ് ടേം ഈസ് ഗിവൺ ഓൾറെഡി ആൻഡ് ഫോർത്ത് ടേം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തുന്നു. സോ x4 ഈസ് 120. അപ്പോൾ 2 ടേംസ് അറിയാമെങ്കിൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ കോമൺ ഡിഫറൻസ്. വി ഹാവ് സ്റ്റഡീഡ് കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, സോ 120 minus 30 divided by, and this is the fourth term, so 4 is the position, this is the first term, 1 is the position, so 4 minus 1. Okay, 120 minus 30 is equal to 90 and 4 minus 1 is equal to 3, thus we get 30. So d is equal to 30. Now we got common difference and we know first term, we know the last term, and the third term also we want to find out. അപ്പോൾ 3 ടേംസ് ആണ്
എഴുതാൻ പറഞ്ഞത്. ഓക്കെ, 3 ടേംസ്. സോ 3 ടേംസ് ആർ ഫസ്റ്റ് ടേം 30, കോമൺ ഡിഫറൻസ് 30. സോ 30 + 30 60 + 30 90. അപ്പോൾ ഇത് നമുക്ക് വേണ്ട, ഫോർത്ത് ടേം വേണ്ട, ഓൺലി 3 ടേംസ് വി വാണ്ട് ടു റൈറ്റ്. ഇനി മൂന്നാമത്തെ നോക്കാം. എന്താണ് മൂന്നാമത്തത്? Third one is first term is 30 itself, but the sum of the first 5 terms is 300. ആദ്യത്തെ ടേം 30 തന്നെയാണ്. ആദ്യത്തെ 5 ടേംസിൻ്റെ സമ്മാണ് 300. ആദ്യം 3 ടേംസ് ആയിരുന്നു, പിന്നെ 4 ടേംസാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 5 ടേംസാണ്. അതെങ്ങനെയാണെന്ന് ചെയ്യാൻ നോക്കാം. x1 30 ആണ്. സം ഓഫ് 5 ടേംസ് ഈസ് 300. അപ്പോൾ ഈ 300നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് മിഡിൽ ടേം. അപ്പോൾ 5 ടേംസ് ഉണ്ടെങ്കിൽ മിഡിൽ ടേം ഈസ് വാട്ട്? തേർഡ് ടേം. സോ x3 ഈസ് ഈക്വൽ ടു 300/5, ദാറ്റ്സ് ഈക്വൽ ടു 60. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് ടേം കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് കോമൺ ഡിഫറൻസ്. x3 - x1 / 3 - 1, ദാറ്റ് ഈസ് 60 - 30/2 ഈക്വൽ ടു 15. Thus we got common difference 15, and first term we know, first term is 30. So 3 terms are 30 plus 15, 45 plus 15, 60. അങ്ങനെ 3 continuous terms we can write. Then fourth one എന്താണ്? Find first term 30, the sum of the first 6 terms is 300. But 3 terms, 4 terms, 5 terms, now it is sum of 6 terms is 300. So first term is 30, sum of 6 terms is 300. Okay, അപ്പോൾ അവിടെ 3 pairs ഉണ്ടാവും. മുമ്പ് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് വളരെ വിശദമായിട്ട് അത് പറഞ്ഞതാണ് പ്രത്യേകത. സം ഓഫ് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആൻഡ് സം ഓഫ് ഈവൻ നമ്പർ ഓഫ് ടേംസ് എന്നുള്ളത് പറഞ്ഞതാണ്. അപ്പോൾ x1 + x2 + x3 + x4 + x5 + x6, ഇതാണ് സം ഓഫ് 6 ടേംസ്. ദാറ്റ്സ് ഗിവൺ ടു ബി വാട്ട്? 300 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഫസ്റ്റും ലാസ്റ്റും കൂടെ എടുത്താൽ ഒരു പെയർ, ഇത് രണ്ടും കൂടെ എടുത്താൽ രണ്ടാമത്തെ പെയർ, ഇത് രണ്ടും കൂടെ എടുത്താൽ 3 പെയർ. അപ്പോൾ 3 പെയറുണ്ട്. ഈ 3 പെയറിൻ്റെ സമ്മാണ് 300. ഓക്കെ, അപ്പോൾ ഒരു പെയറിൻ്റെ സമ്മത്തായിരിക്കും 300/3 ആയിരിക്കും. 300/3, അതായത് x3 + x4 is equal to 300/3 is equal to 100. അതുപോലെ x2 + x5 is equal to 100. x1 + x6 is equal to 100. ഇതൊക്കെ 100 ആയിരിക്കും. നേരത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ 300 /3 എന്ന് എടുക്കണം. 6 നമ്പേഴ്സിലുകൊണ്ട് 3 പേഴ്സ് ഉണ്ടാവും. 3 പേഴ്സിലുകൊണ്ടാണ് /3. 4 നമ്പേഴ്സ് ആണുള്ളെങ്കിൽ, 4 ടേംസ് ആണുള്ളതെങ്കിൽ 2 പേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു പെയറിൻ്റെ സമ്മ് കിട്ടാൻ സമ്മിനെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഹിയർ ദർ ആർ 3 pairs, 6 terms, 3 pairs. So we divide by 3. Sum is divided by 3 to get the sum of one pair. Okay. x1 is equal to 30, sum of 6 terms is equal to 300. So x1 + 6, first one ഉം last one ഉം കൂടെ sum ചെയ്ത് കഴിഞ്ഞാൽ you will get what? 300/3, that's equal to 100. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം അറിയാം. അപ്പോൾ ഫസ്റ്റ് ടേം എന്ത് ചെയ്യുക? 100 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ x1 + x6 = 100. സോ 100 - x1 is equal to x6. So x6 = 100 - x1, that means 30. Okay, 100 - 30, that's equal to 70. So we got x6 and we know x1. Using these two we can find out common difference. So common difference is equal to x6 - x1 divided by 6 - 1. Positions are 6 and 1, and x6 we got 70, x1 is 30. So 70 - 30 divided by 6 - 1 is equal to 5, and the common difference is 8. Common difference 8 ആണ് നമുക്ക് കിട്ടുന്നു. ഇനി നമ്മൾ 3 ടേംസ് എഴുതണം. സോ 3 ടേംസ് ആർ, the first term is 30 plus 8 38 plus 8 46. Thus we get 3 terms. ഓക്കെ, അപ്പോൾ ആ ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലുള്ള 4 ക്വസ്റ്റ്യൻസ്, ആ 4 ക്വസ്റ്റ്യൻസിൻ്റെയും
ആൻസേഴ്സ് നമ്മൾ കണ്ടു. എല്ലാത്തിലും എന്താണ് ചെയ്യേണ്ടത്? വി വാണ്ട് ടു റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ്. അപ്പോൾ ഫസ്റ്റ് 3 ടേംസ് എഴുതണമെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് ടേം അറിയാം. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇത് 4 നമ്മൾ ചെയ്തു. ഇവിടെ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്, അപ്പോൾ അവിടെ നമ്പർ ഓഫ് ടേംസ് 3 ആണ്, ഓഡാണ്. പിന്നെ 4 ടേംസ്, അപ്പോൾ അവിടെ ഈവൻ ആണ്. പിന്നെ 5 ടേംസ് അവിടെ ഓഡാണ്. 6 ടേംസ് അവിടെ ഈവൻ ആണ്. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസും ഈവൻ നമ്പർ ഓഫ് ടേംസും വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഈ 4 ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 6. 6ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. The sum of the first 5 terms of an arithmetic sequence is 150 and the sum of the first 10 terms is 550. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ 5 ടേംസിൻ്റെ സമ്മ് 150യും ആദ്യത്തെ 10 ടേംസിൻ്റെ സമ്മ് 550യുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദ സീക്വൻസ് ആൻഡ് വാട്ട് ഈസ് ദ 8th ടേം? വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്? അങ്ങനെയാണെങ്കിൽ തേർഡ് ടേം എത്രയാണ്, 8th ടേം എത്രയാണ്, ആദ്യത്തെ 3 ടേംസ് ഏതെല്ലാമാണ്? ഇതാണ് ചോദ്യം. ഓക്കെ, സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഈസ് 150, സം ഓഫ് ദ ഫസ്റ്റ് 10 ടേംസ് ഈസ് 550. Then what is the third term, what is the 8th term and what are the first 3 terms of the sequence? അപ്പോൾ ഇതുവരെ പഠിച്ച ഐഡിയകളൊക്കെ ഇതിൽ വരും, ഇത് സോൾവ് ചെയ്യാൻ വരും. ഓക്കെ, അപ്പോൾ 6th ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 150, ആദ്യത്തെ 5 ടേംസിൻ്റെ സമ്മ് 150 ആണ്. അപ്പോൾ ആ സമ്മിന് എന്ത് ചെയ്യുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് മിഡിൽ ടേം. 5 ടേംസിലെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ x3 ആണ്. സോ x3 ഈസ് ഈക്വൽ ടു 150 ഡിവൈഡ് ബൈ 5, ദാറ്റ്സ് ഈക്വൽ ടു 30. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായി. ഓക്കെ, വാട്ട് ഈസ് ദ തേർഡ് ടേം എന്ന് ചോദിച്ചത്. സോ വി ഗോട്ട് തേർഡ് ടേം ഈസ് ഈക്വൽ ടു 30. രണ്ടാമത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, വാട്ട് ഈസ് ദ 8th ടേം എന്നാണ്. 8ാമത്തെ ടേം ഏതാണ്? അപ്പോൾ സം ഓഫ് ഫസ്റ്റ് ടേംസ് 550 ആണ്, നമുക്കറിയാം. ഈ 10 ടേംസ്, സം ഓഫ് ദ 10 ടേംസ് 550 ആണ്, നമുക്കറിയാം. ഇതിൽ എന്തുണ്ട്, 5 ടേംസിൻ്റെ സമ്മുണ്ട്. 5 ടേംസിൻ്റെ സമ്മ് എത്രയാണ്, 150 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് 150 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് സം ഓഫ് ദ ടേംസ് x6 ടു x10 വരെയാണ്. ഓക്കെ, x1 മുതൽ x10 വരെയുള്ള ടേംസിൻ്റെ സമ്മിൽ നിന്ന് ഫസ്റ്റ് 5 ടേംസിൻ്റെ സമ്മ് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുക 6th ഓൺവേർഡ്സ് ആണ്. x6 പ്ലസ് x7 പ്ലസ് x8 പ്ലസ് x9 പ്ലസ് x10 അതാ കിട്ടുക. ആ സമ്മാണ് ഈ കിട്ടിയിരിക്കുന്നത് 400. 550യിൽ നിന്ന് എന്ത് മൈനസ് ചെയ്തു, 150 മൈനസ് ചെയ്തു. 150 is the sum of the first 5 terms and that is subtracted from the sum of 10 terms and we get 400. ഓക്കെ, ഇനി x6 മുതൽ x10 വരെയുള്ള ടേംസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏതാണ് മിഡിൽ ടേംസ്? x6, x7, x8, x9, x10 എന്ന് പറഞ്ഞാൽ 5 ടേംസ് ഉണ്ട് അവിടെ. ആ 5 ടേംസിലെ മിഡിൽ ടേം ആണ് ഇത് x8, 8th term. So we get x8, 8th term is equal to 400. 400 എന്ന് പറഞ്ഞാൽ 6ാമത്തത് മുതൽ 10ാമത്തത് വരെയുള്ള ടേംസിൻ്റെ സമ്മാണ്. ആ സമ്മിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 5 ടേംസിൽ മിഡിൽ ടേമായ x8 will get. So x8 is equal to 400 divided by 5, that is equal to 80. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായി. വാട്ട് ഈസ് ദ 8th term? ഇനി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വി വാണ്ട് ടു റൈറ്റ് ഫസ്റ്റ് 3 ടേംസ്, ആദ്യത്തെ 3 ടേംസ് നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് x8 ഉണ്ട്, അതേപോലെ തന്നെ x3 ഉണ്ട്. x3യും x8 ഉണ്ട്. വി ക്യാൻ ഫൈൻഡ് ഔട്ട് കോമൺ ഡിഫറൻസ്. സോ കോമൺ ഡിഫറൻസ് d is equal to x8 minus x3 divided by 8 minus 3. Okay, the position difference 8 minus 3. x8 is equal to 80 and x3 is equal to 30. So 80 minus 30 divided by 5, that's equal to 10 കിട്ടും. So what is common difference? Common difference is 10. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് 3 ടേംസ് എഴുതണം. ഓക്കെ,
നമുക്കറിയാവുന്ന തേർഡ് ടേമാണ്. അപ്പോൾ തേർഡ് ടേം എന്ന് എന്ത് ചെയ്യുക, 2 ടൈംസ് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. ദാറ്റ് ഈസ് 10. x3 ഈസ് വാട്ട്, x3 ഈസ് 30. രണ്ട് x3 ഈസ് 30 ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ് 10. അപ്പോൾ 2 × 10 20. 30 - 20 ഈസ് ഈക്വൽ ടു 10. ഓക്കെ, മറ്റെന്താണ് x3 - d, ഒരു d കുറച്ചാൽ മതി. ഇവിടെ x3 ആണ് ഉള്ളത്. ഫസ്റ്റ് 3 ടേംസിലെ x3 ഓൾറെഡി വി ഗോട്ട് 30. അപ്പോൾ x3 സ്ഥാനത്ത് 30 എഴുതാം. ഓക്കെ, പിന്നെ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് അറിയുന്നതുകൊണ്ട് അതങ്ങ് ആഡ് ചെയ്ത് ചെയ്താൽ മതി. അപ്പോൾ 10 + 10 20, 20 + 10 30. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ടേം മാത്രം കണ്ടെത്തി, പിന്നെ 10 + 10 20 + 10 30 എന്ന് എഴുതിയാലും മതി. ഇത് രണ്ടും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ എഴുതാൻ കാരണം x3 വി നോ ദാറ്റ് ഈസ് 30. സോ x3യിൽ നിന്ന് ഒരു d കുറച്ചാൽ തൊട്ട് മുമ്പത്തെ ടേം കിട്ടും. അതിൽ നിന്ന് വീണ്ടും ഒരു ഡിയും കൂടെ കുറയ്ക്കുക. അപ്പോൾ 2 d കുറയ്ക്കുക. 2 d കുറച്ചാൽ വിൽ ഗെറ്റ് ഫസ്റ്റ് ടേം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ആൻഡ് വി ആർ ആസ്ക്ഡ് ടു റൈറ്റ് ഫസ്റ്റ് 3 ടേംസ്. ഓക്കെ, സോ ദാറ്റ് വി ഗോട്ട് നൗ. അതാണ് 6th ക്വസ്റ്റ്യൻ. നൗ വി ക്യാൻ മൂവ് ടു 7th ക്വസ്റ്റ്യൻ. എന്താണ് 7ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതും കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സസൈസ് തീരുകയാണ്. ഓക്കെ, ഈ എക്സസൈസിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഫിനിഷാം. 7th വൺ എന്താണ്, ദി ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. പ്രൂവ് ദാറ്റ് ഇസ് എ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36. ഒരു പെൻറ്റഗണിലെ ആംഗിൾസ് അരിത്തമെറ്റിക് സീക്വൻസിലാണ്, അതിൻ്റെ മെഷേഴ്സ്. പ്രൂവ് ദാറ്റ് ഇറ്റ്സ് എ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ആംഗിൾ 36-നേക്കാൾ കൂടുതലായിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പെൻറ്റഗൺ എന്താണെന്ന് നമുക്കറിയാം. പെൻറ്റഗണിൻ്റെ സം ഓഫ് ദി ആംഗിൾസ് എന്താണെന്ന് അറിയാം. ഇതൊക്കെ യു ഹാവ് സ്റ്റഡീഡ് ഇൻ 8th സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇഫ് യു ഡോണ്ട് റിമെമ്പർ ഐ വിൽ റിവൈസ് ഇറ്റ്. നോക്കാം, 8th സ്റ്റാൻഡേർഡ് പഠിച്ചതാണ്. പെൻറ്റഗൺ മീൻസ് ഫിഗർ വിത്ത് 5 സൈഡ്സ്. 5 സൈഡ്സ് ഉണ്ടെങ്കിൽ പറയുന്നത് ക്ലോസ്ഡ് ഫിഗർ. ഓക്കെ, ഇങ്ങനെ ക്ലോസ് ആവണം. സോ ക്ലോസ്ഡ് ഫിഗർ വിത്ത് 5 സൈഡ്സ് ഈസ് കോൾഡ് പെൻറ്റഗൺ. അപ്പോൾ ഈ പെൻറ്റഗണിലെ ഈ ആംഗിൾസിൻ്റെ എല്ലാം മെഷേഴ്സ് അരിത്തമെറ്റിക് സീക്വൻസിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഏറ്റവും ചെറിയ ടേമിനോട് ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ അടുത്ത ആംഗിൾ കിട്ടും. ഓക്കെ, അതിനോട് വീണ്ടും അത്രയും തന്നെ ഡിഗ്രി മെഷർ ആഡ് ചെയ്യുമ്പോൾ അടുത്ത ആംഗിൾ കിട്ടും. അത്രയും ഡിഗ്രി മെഷർ ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ അടുത്ത കിട്ടും. അതേപോലെ അടുത്ത കിട്ടും. അങ്ങനെയാണ് ഒരു പെൻറ്റഗണിലെ 5 ആംഗിൾസ് എങ്കിൽ അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആംഗിളിൻ്റെ മെഷർ ദാറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 36 ഡിഗ്രി. അതായത് 36 ഡിഗ്രി ആവില്ല, 36-നേക്കാൾ കുറവും ആവില്ല. എപ്പോഴും എന്തായിരിക്കും, 36-നേക്കാൾ കൂടുതൽ ആവാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതെങ്ങനെ പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ളൊരു ഫോർമുല 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്നത്. ദാറ്റ് ഈസ് n - 2 × 180. ഇവിടെ എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വെർട്ടീസസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആംഗിൾസ് എന്നൊക്കെ പറയാം. എല്ലാം സെയിം ആണ്. ഇവിടെ യു ക്യാൻ സി 1 2 3 4 5 സൈഡ്സ് കാണാം. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് 5 ആംഗിൾസ് കാണാം, 5 വെർട്ടീസസ് കാണാം. ഇങ്ങനെയുള്ള 5 മൂലകൾ, പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് വെർട്ടീസസ്, നമ്പർ ഓഫ് സൈഡ്സ്, നമ്പർ ഓഫ് ആംഗിൾസ് ഓൾ ആർ സെയിം. സോ n മീൻസ് നമ്പർ ഓഫ് സൈഡ്സ് എന്നെടുക്കുന്നു. അപ്പോൾ 5 സൈഡ്സ് ആർ ദർ. സോ 5 - 2 × 180. ഓക്കെ, ദാറ്റ് ഈസ് 3 × 180. 3 × 180 ഈസ് ഈക്വൽ ടു 540. അപ്പോൾ ഇതിലെ ഏത് പെൻറ്റഗൺ ആണെങ്കിലും ആ പെൻറ്റഗണിൻ്റെ ആംഗിൾസിൻ്റെ മെഷർ എന്തായാലും ശരി, ആ 5 മെഷറും കൂടെ 5 ആംഗിളിൻ്റെ മെഷറും കൂടെ ആഡ് ചെയ്താൽ എന്തേ കിട്ടുള്ളൂ, 540 കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിലാണെങ്കിൽ നമുക്ക് ആ 5 ആംഗിൾസിൻ്റെ മെഷേഴ്സിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ആദ്യത്തെ x1, അടുത്തത് x2, അടുത്തത് x3, അടുത്തത് x4, അടുത്തത് x5. ഇത് ആംഗിളിൻ്റെ മെഷേഴ്സ്. ഓക്കെ, ഇതെല്ലാം കൂടി കൂടിയാൽ കിട്ടുന്നത് എത്രയാണ്? 540 ആണെന്ന് കിട്ടും. അപ്പോൾ ദിസ് ഈസ് എ സം ഓഫ് ദ 5 ആംഗിൾസ്. സോ ദ മിഡിൽ ആംഗിൾ, വിച്ച് ഈസ് ദ മിഡിൽ ആംഗിൾ x3 വിൽ ഗെറ്റ്
dividing 540 by 5. Okay. അപ്പോൾ x3 is equal to 540 divided by 5. Okay, 540. 5 angles ഉള്ളത്. So that's equal to 108. അപ്പോൾ ഈ മൂന്നാമത്തെ ആംഗിളിൻ്റെ മെഷർ നമുക്ക് കിട്ടി. മൂന്നാമത്തെ ആംഗിളിൻ്റെ മെഷർ എത്രയാണ്? 108 ആണ്. ഇനി ബാക്കി നമുക്ക് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാം. നോക്കുക എങ്ങനെയൊക്കെയാണുള്ളത്. So sum of angles of a pentagon is equal to 540 n minus 2. No, 5 minus 2 അതാണ് 3. Okay, 3 into 180, 540. Then third angle x3 is equal to 540 divided by 3 is equal to 108. 108 എന്ന് കിട്ടി. ഇനി മിഡിൽ ടേം. ഓക്കെ, മിഡിൽ ടേം ഈസ് ഈക്വൽ ടു x1 പ്ലസ് xn ബൈ 2 എന്നുള്ളത് അതൊരു ഫോർമുലയാണ്. അതിൻ്റെ മുമ്പേ നമ്മൾ പറഞ്ഞു തോന്നുന്നു. പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. എല്ലാ അരിത്തമെറ്റിക് സീക്വൻസിലും ഉള്ള ഒരു പ്രത്യേകതയാണ് എന്ത്? ഇപ്പോൾ 3 പ്ലസ് 2 5 പ്ലസ് 2 7 പ്ലസ് 2 9 പ്ലസ് 2 11 ഇതാണ് 5 ടേംസ് ആയിരിക്കും. ഈ 5 ടേംസിൻ്റെ സമ്മിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് മിഡിൽ ടേം. അത് നമ്മൾ നേരത്തെ പഠിച്ചു. ഓക്കെ, പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2 അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം കിട്ടും. സോ 3 പ്ലസ് 11 ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 7. അതൊരു പ്രത്യേകത. ഏത് സീക്വൻസ് എടുത്താലും അങ്ങനെ തന്നെയാണ്. വേറൊരു സീക്വൻസ് നമുക്ക് എടുക്കാം. ഇപ്പോൾ 5 10 15 20 25. ഓക്കെ, ഈ രണ്ട് ടേംസ് കൂടി എഴുതുവാണെങ്കിൽ 30 35. അപ്പോൾ ഹൗ മെനി ടേംസ് ആർ ദർ ആർ 7 ടേംസ്. 7 ടേംസ് ഉണ്ടെങ്കിൽ മിഡിൽ വന്നുണ്ടാവും. ആ മിഡിൽ വൺ കിട്ടാൻ യു ക്യാൻ ആഡ് ദിസ് 5 ആൻഡ് ദ ലാസ്റ്റ് വൺ 35 and divide by 2. So 5 plus 35 by 2 that's equal to 20. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് മിഡിൽ ടേം കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി നമ്മളിങ്ങോട്ട് വരുന്നു. എന്താ മിഡിൽ ടേം? x3 എന്ന് പറയുന്നത് എത്രയാണ്? 108 ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ മിഡിൽ ടേം ഈസ് ഈക്വൽ ടു x1 പ്ലസ് xn ബൈ 2. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2. ഞാനിപ്പോൾ അവിടെ എക്സാമ്പിൾ കാണിച്ചു തന്നു. ഈ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ x3 ആണ്. അത് x3 ഈസ് ഈക്വൽ ടു x1 പ്ലസ് x5 ബൈ 2. ഫസ്റ്റ് ടേം x1, ലാസ്റ്റ് ടേം ഏതാണ്? x5 ആണ്. 5 ആംഗിൾസ് ആണുള്ളത്. ഓക്കെ, ഇവിടെ x1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ആംഗിൾ. ദിസ് വൺ ഈസ് ലാസ്റ്റ് ആംഗിൾ. അപ്പോൾ ഫസ്റ്റ് ആംഗിളിൻ്റെ മെഷറും ലാസ്റ്റ് ആംഗിളിൻ്റെ മെഷറും ആഡ് ചെയ്തിട്ട് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മിഡിലുള്ള ആംഗിളിൻ്റെ മെഷർ. ഓക്കെ, x3 കിട്ടും. ഓക്കെ, ഓർ വി ക്യാൻ റൈറ്റ് ഇൻ അനദർ വേ. ഈ 2 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താവും? 2 ഇൻറ്റു x3 ആവും. 2 ഇൻറ്റു x3 ഈസ് ഈക്വൽ ടു x1 പ്ലസ് x5. ദാറ്റ് മീൻസ് x1 പ്ലസ് x5 ഈസ് ഈക്വൽ ടു വാട്ട്? 2 ഇൻറ്റു x3. So we write like this: x1 plus x5 is equal to 2x3. x3 എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടി. x3 is equal to 108. അപ്പോൾ 2 into 108 that is 216 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ആംഗിളും ലാസ്റ്റ് ആംഗിളും എന്ന് പറഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് മെഷറുള്ള ചെറിയ ആംഗിളും ഏറ്റവും വലിയ ആംഗിളും, ഈ പറയുന്ന പെൻറ്റഗണിലുള്ള 5 ആംഗിൾസിനെ കുറിച്ച് പറയുന്നത്, ആ ആംഗിളും രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടേണ്ടത് എത്രയാണ്? 216 ആണ്. ഓക്കെ, ദ സം ഓഫ് ദ ലീസ്റ്റ് ആംഗിൾ പ്ലസ് ദ ലാർജസ്റ്റ് ആംഗിൾ ഈസ് ഈക്വൽ ടു 216. ഓക്കെ, അത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതാണ് ഇതിലെ ലീസ്റ്റ് ആംഗിൾ, അതായത് ലീസ്റ്റ് മെഷറുള്ള ആംഗിൾ, ഫസ്റ്റ് ആംഗിളിൻ്റെ മെഷർ ഒരിക്കലും 36 36 കുറവാവില്ല. ഇറ്റ് ഷുഡ് ബി ഓർ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 36. 36 കൂടുതലായിരിക്കണം എന്തായാലും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതലായിരിക്കണം എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഇങ്ങനെ വിചാരിക്കുന്നു. എങ്ങനെ? 36 ആണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കുന്നു. 36 കൂടുതലായിരിക്കണം എന്നാണല്ലോ പറഞ്ഞത്. 36 ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ ആദ്യം നോക്കുന്നു. അപ്പോൾ ഈ x1 പ്ലസ് x5 ഈസ് ഈക്വൽ 260ൽ x1 എന്നുള്ളത് 36 ആയാൽ എന്ത് സംഭവിക്കും നോക്കും. അതാണ് ഇഫ് x1 ഈസ് ഈക്വൽ ടു 36, ദാറ്റ് ഈസ് സ്മോളസ്റ്റ് ആംഗിൾ 36 ആണെങ്കിൽ x1 plus x5 means 36 plus x5, that's equal to 216.
എങ്കിൽ x5 എന്ന് പറയുന്നത് 216 മൈനസ് 36. ഓക്കെ, അത് എത്ര കിട്ടും? 180 കിട്ടും. അപ്പോൾ x5 എന്ന് പറയുന്ന ആംഗിൾ, അതായത് ഏറ്റവും ഗ്രേറ്റസ്റ്റ് മെഷറുള്ള ആംഗിൾ, ലാർജസ്റ്റ് മെഷറുള്ള ആംഗിൾ എത്രയാണ്? 180 ആണ്. ഓക്കെ, 180 ഡിഗ്രി ഒരു ആംഗിൾ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു ആംഗിളിൻ്റെ മെഷർ 180 ആവാം. ബട്ട് ഒരു ക്ലോസ്ഡ് ഫിഗറിൽ ഒരിക്കലും 180 ആകാൻ പാടില്ല. കാരണം ഇതാണ് 180 എന്ന് പറയുന്ന ആംഗിൾ. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇവിടം വരെയുള്ള ആംഗിൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആംഗിൾ, ആ ആംഗിളിനാണെന്ന് പറയുക 180 ഡിഗ്രി ആംഗിൾ. അപ്പോൾ നമ്മൾ ഒരു പെൻറ്റങ്ങളിലെ ഒരു ആംഗിൾ 180 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? രണ്ട് സൈഡ്സ് തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഒരു പെൻറ്റഗണിൻ്റെ ആംഗിൾ. അപ്പോൾ രണ്ട് സൈഡ്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ സ്ട്രെയിറ്റ് ആംഗിളാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഇങ്ങനെ 180 ആണ് ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ പെൻറ്റഗൺ ഫോം ചെയ്യാൻ കഴിയില്ല. പെൻറ്റഗൺ ഒരിക്കലും ഫോം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഓക്കെ, കാരണം ഒരു സൈഡ് ഇങ്ങനെയാണ്, ഒരു സൈഡ് കുറച്ച് ഇങ്ങനെ ചരിയണം ഇങ്ങോട്ട്. അങ്ങനെ ചരിയാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതാണ് 180 എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തുണ്ടാവില്ല? 5 സൈഡ്സ് ഉണ്ടാവില്ല. അങ്ങനെ 5 സൈഡ്സ് ഇല്ലെങ്കിൽ എന്താവില്ല? പെൻറ്റഗൺ ആവില്ല. അതുകൊണ്ട് ഇവിടെ ലാർജസ്റ്റ് ആംഗിൾ 180 എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ 5th ആംഗിൾ. ഓക്കെ, ലാർജസ്റ്റ് ആംഗിൾ 5th one x5 is 180. അങ്ങനെ ഒരിക്കലും കിട്ടാൻ പാടില്ല. 180 കുറഞ്ഞെങ്കിൽ മാത്രമേ അവിടെ നിന്നുണ്ടാവും ഒരു ആംഗിൾ ഇങ്ങനെ ഫോം ചെയ്യുള്ളൂ. ഓക്കെ, ഈ രണ്ട് സൈഡ്സ് തമ്മിൽ ഉള്ള ഒരു വെർട്ടെക്സ് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 180 കുറയണമെങ്കിൽ x1ഉം x5ഉം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് എത്രയാണ്? 260 ആണ്. അപ്പോൾ x1 36 ആകുമ്പോൾ x5 എത്രയാവും? 180 ആവും. അപ്പോൾ x5 180 ആകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 180 കുറയണമെങ്കിൽ ഇതെന്ത് സംഭവിക്കണം? കൂടണം. x1 കൂടണം. കാരണം സം എത്രയാണ്? 216 ആണ്. സം നമുക്ക് മാറ്റാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെ രണ്ട് നമ്പേഴ്സ്, ഓക്കെ, 20 + 30 = 50. ഈ 50ൽ മാറ്റമല്ല വിചാരിക്കുക, 50ൽ ഒരു മാറ്റമില്ല, സം 50 തന്നെയാണ്. പക്ഷേ ഇത് എന്താകാൻ പാടില്ല? 30 ആവാനേ പാടില്ല, 30ൽ കുറയാനേ പാടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെയാണ് ഇവിടെ 30ൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടണം, എങ്കിലും ഇവിടെ 50 കിട്ടുള്ളൂ. ഇപ്പോൾ 30 എന്നുള്ളത് 28 ആയി കുറഞ്ഞു വിചാരിക്കുക. അപ്പോൾ 2 കുറഞ്ഞില്ല, ആ 2 ഇവിടെ കൂട്ടണം, അപ്പോഴേ എന്ത് കിട്ടുള്ളൂ? 50 കിട്ടുള്ളൂ. അപ്പോൾ സമ്മ് റിമെയിൻസ് സെയിം, മാറ്റമല്ലാതെ നിൽക്കുകയാണെങ്കിൽ, ഒന്ന് കുറയുകയാണെങ്കിൽ മറ്റേത് കൂടണം. അപ്പോൾ നമ്മളിവിടെ 36 എടുത്തു. 36 എടുത്തപ്പോൾ x1 36 എടുത്തപ്പോൾ x5 എന്തായി? 180 ആയി. പക്ഷേ 180 ആകാൻ പാടില്ല, 180ൽ കുറയാനേ പാടില്ല. അപ്പോൾ 180ൽ കുറയണമെങ്കിൽ x5 180ൽ കുറവാണെങ്കിൽ x1 എന്ത് ചെയ്യണം? 36ൽ കൂടണം. ഓക്കെ, അപ്പോൾ x5 180 ആകാൻ പറ്റില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനേക്കാൾ കുറയുക എന്നുള്ളത് നിർബന്ധമാണ്. അത് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുക? x1 36ൽ കൂടും. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്? ഇറ്റ് നെവർ ഹാപ്പൻസ് ഇൻ എ പെൻറ്റഗൺ. എന്ത് സംഭവിക്കുന്നു? ഒരു പെൻറ്റഗണിൽ x5 എന്നുള്ളത്, ഇവിടെ കിട്ടിയ x5 എന്നുള്ളത് എന്തല്ല? 180 ആകുക എന്നുള്ളത് നെവർ ഹാപ്പൻസ്, ഒരിക്കലും സംഭവിക്കില്ലതാണ്. ഇറ്റ് നെവർ ഹാപ്പൻസ് ഇൻ എ പെൻറ്റഗൺ. x5 ഷുഡ് ബി ലെസ് ദാൻ 180. x5 ഒരിക്കലും എന്താകാൻ പാടില്ല? 180 ആകാൻ പാടില്ല. ഷുഡ് ബി ലെസ് ദാൻ 180. 180 കുറയണം. അങ്ങനെ കുറയണമെങ്കിൽ therefore x1 must be greater than 36. അങ്ങനെയാണെങ്കിൽ x1 എത്രയാവണം? 36 കൂടുതലാണ്. x1 36 കൂടുതലായി മാറണം. ഓക്കെ, x1 എന്ന് പറയുന്നത് എന്താണ്? ലീസ്റ്റ് ആംഗിളാണ്. ഓക്കെ, സ്മോളസ്റ്റ് ആംഗിൾ. ദാറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36. സ്മോളസ്റ്റ് ആംഗിൾ എന്താണ്? 36 കൂടുതലാണ്, അല്ലെങ്കിൽ കൂടുതൽ ആയിരിക്കണം, അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. അങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കുറച്ച് ആലോചിച്ച് പഠിക്കേണ്ടതാണ് ഇത്. അതിൻ്റെ സ്റ്റെപ്സുകളൊക്കെ എഴുതുന്നത്, അതാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്.
അപ്പോൾ ആ എക്സസൈസിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പേജ് 35 and 36 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.